നമ്മുടെ നാട്ടിൽ സ്കൂൾ തലത്തിൽ സൂംബ എന്ന് പറയുന്ന ഡാൻസ് അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സ്കൂളിലെ സർക്കാർ വിദ്യാലയങ്ങളിലെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നുണ്ട്. സൂംബയിൽ കൃത്യമായിട്ട് പരിശീലനം നേടിയ അധ്യാപകർ, ഡാൻസ് മാസ്റ്റേഴ്സ്, അവർ ഓരോ വിദ്യാലയങ്ങളിലും വൈകുന്നേരം സ്കൂളുകൾ അനുവദിച്ചിരിക്കുന്ന സമയത്ത് സംസ്ഥാനത്തെ എല്ലാ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വളരെ മനോഹരമായിട്ട് ആ ദൃശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കുട്ടികൾ ഡാൻസ് ചെയ്യുന്ന ദൃശ്യം പലപ്പോഴും എനിക്കൊക്കെ തിരിച്ച് ആ സ്കൂൾ കാലഘട്ടങ്ങളിലേക്ക് പോകാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ് നമുക്ക് ആ ദൃശ്യം കണ്ടപ്പോൾ തോന്നി. എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ എൻ്റെ അഭിപ്രായമാണത്. എനിക്ക് തിരിച്ച് ആ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പറ്റിയെങ്കിൽ ഞാൻ ആ സൂംബയുടെ ഭാഗമായേനെ എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. 21-ാം നൂറ്റാണ്ടാണ്, മനുഷ്യൻ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന കാലഘട്ടം. ബഹിരാകാശത്ത് അധികം വൈകാതെ ഒരു മലയാളി ചായക്കടയിടും എന്ന് പറഞ്ഞ് നമ്മൾ വളരെ ലാഘവത്തോടു കൂടി അല്ലെങ്കിൽ തമാശയുടെ രൂപത്തിൽ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അധികം വൈകാതെ ബഹിരാകാശത്ത് എന്തായാലും ഒരു സൂപ്പർ മാർക്കറ്റെങ്കിലും തുടങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് എല്ലാവർക്കും നല്ലത്. അത്രയേറെ അഡ്വാൻസ്ഡ് ആണ് നമ്മുടെ ലോകം. നമുക്ക് ഓരോ ദിവസവും പുതിയ പുതിയ കാഴ്ചകൾ, ഈ ഭൂമിക്ക് പുറത്ത് മറ്റേതെങ്കിലും ഗ്രഹങ്ങളിൽ മനുഷ്യവാസ യോഗ്യ സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്ന പരീക്ഷണങ്ങളാണ് നടക്കുന്നത്. ഒരു പേടകത്തിൽ ശൂന്യാകാശത്തേക്ക് ആളുകൾ പോകുന്നു, എത്രയോ ദിവസങ്ങൾ അവിടെ താമസിക്കുന്നു, തിരിച്ച് ഭൂമിയിലേക്ക് വരുന്നു. നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യൻ ഇന്നും പഴയ ചിന്താഗതിയുമായിട്ട് ആ ഒതുങ്ങിക്കൂടിയ മനുഷ്യനായിരുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല സുഖ സൗകര്യങ്ങളും, എന്തിന് ഞാൻ ഈ കയ്യിൽ പിടിച്ച മൊബൈൽ പോലും അതിൻ്റെ പുതിയ പുതിയ അഡ്വാൻസ്ഡ് ടെക്നോളജി ഓരോ വർഷങ്ങളിലും അപ്ഡേറ്റഡ് ആയിട്ട് വരുന്നത് പോലും മനുഷ്യൻ്റെ ചിന്തയിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇപ്പോഴും ഒരു നേരം വെളുക്കാത്ത കുറച്ച് ആളുകൾ, ഗുഡ് നൈറ്റ് ടീംസ് അങ്ങനെ തന്നെ പറയാം, അവർക്കിപ്പോഴും നേരം വെളുത്തിട്ടില്ല. സൂംബ ചെയ്തു കഴിഞ്ഞാൽ എന്തോ മതവികാരം വ്രണപ്പെടും. സൂംബ ചെയ്തു കഴിഞ്ഞാൽ ആണും പെണ്ണും ഒരുമിച്ച് ഇടപഴകും. ആണും പെണ്ണും ഒരുമിച്ച് ഇടപഴകുന്നത് അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ് എന്ന രീതിയിൽ ചില സംഘടനകൾ അവരത് പ്രതികരിക്കുന്നു. ആ പ്രതികരണങ്ങൾ കുട്ടികളുടെ മാനസിക ഉല്ലാസത്തെ പോലും തകർക്കുന്ന രീതിയിലാണ് അവരുടെ പ്രതികരണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ സൂംബ ആ ഡാൻസ് പ്രോഗ്രാമിനെ, സ്കൂളുകളിലെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഡാൻസ് പ്രോഗ്രാമിനെ എതിർക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരെക്കുറിച്ച് ആദ്യം എങ്ങനെയാണ് ഈ സൂംബ എന്ന് പറയുന്ന ഡാൻസ് സ്കൂളുകളിൽ വരാനുണ്ടായ സാഹചര്യം എന്ന് നമുക്ക് പറയണം. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സംസ്ഥാനത്തെ ഇൻ്റലിജൻസ് വിഭാഗം സംസ്ഥാന സർക്കാരിന് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് ഇപ്രകാരമാണ്: കേരളത്തിലെ കലാലയങ്ങളിൽ ലഹരി മാഫിയ നന്നായിട്ട് പിടിമുറുക്കുന്നുണ്ട്. കൊച്ചു കുട്ടികൾ മുതൽ ലഹരിക്ക് അടിമപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളുടെ മാനസിക ഉല്ലാസം വളർത്താൻ, അവരെ മറ്റൊരു തലത്തിലേക്ക് ചിന്തിപ്പിക്കാൻ, അവരുടെ മനസ്സിനെ ഈ ലഹരി എന്ന ആ ഒരു വിപത്തിലേക്ക് പോകാതെ മറ്റ് തലങ്ങളിലേക്ക് ആ കുട്ടികളുടെ മനസ്സിനെ മാറ്റിക്കൊണ്ടു പോകാൻ നമുക്ക് സാധിക്കണം. അതിന് സർക്കാർ പുതിയ പദ്ധതികൾ പ്ലാൻ ചെയ്യണം. അല്ലാത്ത പക്ഷം വരുന്ന തലമുറ വലിയ തോതിൽ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന ഒരു തലമുറയായിരിക്കും. അത് മാറ്റിക്കൊണ്ട് വരണമെങ്കിൽ നമുക്ക് കുട്ടികളെ മറ്റെന്തെങ്കിലും പ്രോഗ്രാമുകളിൽ എൻഗേജ്ഡ് ആക്കണം എന്നതാണ് റിപ്പോർട്ട്. വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് പരിശോധിച്ചു. സർക്കാരുമായിട്ട് കൂടിയാലോചിക്കുന്നു. എന്നിട്ട് സൂംബ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. കുട്ടികളുടെ ഇടയിൽ ഒരു ഡാൻസും എല്ലാവരും കൂടെ ഒരുമിച്ച് ഡാൻസും പാട്ടും ഒക്കെ ആകുമ്പോൾ ഒരു മണിക്കൂർ 2 മണിക്കൂർ നേരത്തേക്ക് അങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതുവരെയുള്ള മറ്റ് ചിന്തകളെല്ലാം മാറും. കുട്ടികളൊന്ന് എനർജറ്റിക് ആകും എന്നതാണ് അതിൻ്റെ വസ്തുത. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് നടത്തുന്നതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്നതും അതാണ്. കുട്ടികൾ അവരുടെ മറ്റ് ചിന്തകളിൽ നിന്നൊക്കെ മാറി എല്ലാ കുട്ടികളും കൂടെ ഒരുമിച്ച് ഡാൻസ് കളിക്കുന്നു. ഒരാളത് കാണിച്ചു കൊടുക്കുന്നു, അതിനനുസരിച്ച് അവർ ഡാൻസ് ചെയ്യുന്നു. വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടത്. ഇപ്പോൾ അതിൻ്റെ മറ്റൊരു തലത്തെക്കുറിച്ച് ഞാൻ പറയാം. മതത്തിനെതിരെ തുള്ളിച്ചാടിയാൽ ടെൻഷൻ കുറയുമോ? സൂംബ വേണ്ട, കുട്ടികളെ സ്കൂളിലേക്ക് അയക്കില്ലെന്ന് വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ. എന്താല്ലേ, കുട്ടികളെ ആണിനെയും പെണ്ണിനെയും ഒരുമിച്ച് ഡാൻസ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്കൂളുകളിലേക്ക് ഞങ്ങൾ കുട്ടികളെ അയക്കില്ല. ഈ വരുന്ന തലമുറ, വളർന്നു വരുന്ന ഈ തലമുറ കൂടി അന്ധമായ മതത്തിൻ്റെ ചിന്താഗതികളുടെ ഇരുളടഞ്ഞ റൂമിനുള്ളിൽ
അവരുടെ വളർച്ച അവിടെ മുരടിച്ചു പോകാൻ വേണ്ടി എടുക്കുന്ന തീരുമാനമാണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. വളരെ ബ്രൈറ്റായിട്ടുള്ള ഫ്യൂച്ചറുള്ള ഒരു വിഭാഗം കുട്ടികളെ അന്ധമായ മതവിശ്വാസത്തിൻ്റെയോ അല്ലെങ്കിൽ അന്ധമായ ചില ചിന്താഗതികളുടെയോ പേരിൽ ആണും പെണ്ണും ഒരുമിച്ചിരുന്നു കഴിഞ്ഞാൽ അതിന് വേറൊരു തലത്തിലേക്ക് പോകും എന്ന അന്ധമായ വിശ്വാസത്തിൻ്റെ പേരിൽ ഇങ്ങനെയുള്ള സൂംബ പരിപാടികൾ നടത്തുന്ന സ്കൂളുകളിലേക്ക് ഞങ്ങൾ കുട്ടികളെ അയക്കില്ല. ഒരു ധാർഷ്ട്യത്തോടുള്ള സംസാരമാണത്, ഒരുതരം അടിച്ചേൽപ്പിക്കലാണ്. അവരുടെ ആ കുടുംബങ്ങളിൽ നിന്നോ അവിടെ നിന്നുള്ള ആ കുട്ടിയുടെ അനുവാദം ചോദിക്കുന്നുണ്ടോ, നിനക്ക് സ്കൂളിൽ പോകണോ, നിനക്ക് ഇങ്ങനെ ചെയ്യണോ, ചോദ്യം പറച്ചിൽ കാര്യങ്ങളൊന്നുമില്ല അവിടെ. നിങ്ങൾ പോകണ്ട, സ്കൂളിൽ പോകണ്ട. തിട്ടൂരം. സൂംബയിലെ വസ്ത്രധാരണമടക്കം മതപരമായ വിയോജിപ്പുണ്ടെന്ന് വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് അബ്ദുള്ള ബാസിലാണ് ഇക്കാര്യം അറിയിച്ചത്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ധരിക്കുന്ന കുട്ടികൾക്ക് ആണോ പെണ്ണോ എന്ന ഐഡന്റിറ്റി തിരിച്ചറിയാൻ കഴിയില്ലെന്നാണ് സംഘടനയിലെ നേതാക്കളുടെ അഭിപ്രായം. സൂംബ നൃത്തം പൊതുവിദ്യാലയങ്ങളിൽ പരിശീലിപ്പിച്ചാൽ അത്തരം സ്കൂളുകളിലേക്ക് തങ്ങളുടെ കുട്ടികളെ അയക്കില്ലെന്നാണ് വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ്റെ നിലപാട്. കുട്ടികളെ മാറ്റി നിർത്തുമെന്ന ഭീഷണി കൂടി ഉയർത്തുകയാണ് സംഘടന. സൂംബ നൃത്തത്തിൻ്റെ വസ്ത്രധാരണത്തോട് കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിയ സംഘടന മതപരമായ വിയോജിപ്പ് കൂടി തുറന്നു പറഞ്ഞു. കുട്ടികൾ തുള്ളിച്ചാടിയാൽ ടെൻഷൻ കുറയുമോ എന്നാണ് സംഘടനാ നേതാക്കളുടെ ചോദ്യം. പരിഷ്കൃത സമൂഹത്തിൽ പ്രാകൃത ആശയങ്ങളും ചിന്തകളും പ്രചരിപ്പിക്കാനാണ് വിസ്ഡത്തിൻ്റെ ശ്രമമെന്ന ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. കോഴിക്കോട് നടന്ന ദൈക്ഷണിക സമ്മേളനത്തിലാണ് നേതാക്കളുടെ സൂംബയ്ക്കെതിരായ പരാമർശങ്ങൾ ആവർത്തിച്ചത്. അതായത് കുട്ടികൾ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ പേരിൽ പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളതൊക്കെയാണ് ഇവരുടെ കണ്ടെത്തൽ. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീൻസും ടോപ്പൊക്കെ ഇട്ടിട്ട് ആണും പെണ്ണും ഒക്കെ ഇടുന്നതൊക്കെ ഒരേ വസ്ത്രമൊക്കെ തന്നെയാണിപ്പോൾ. നിങ്ങൾ പുറത്തിറങ്ങി നോക്ക്. നിങ്ങൾ ഈ ഇരുളടഞ്ഞ ചിന്താഗതിയിൽ നിങ്ങളുടെ ആ കണ്ണട അഴിച്ചു മാറ്റിയിട്ട് നോക്ക്. നിങ്ങളുടെ കറുത്ത കണ്ണട മാറ്റിയിട്ട് ഈ ലോകത്തെ കാണുക. വിശാലമായ ലോകത്തൊക്കെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുക. വിശാലമായ ലോകത്ത് നിങ്ങൾ കണ്ട കാഴ്ചകൾക്കപ്പുറത്തേക്ക് വലിയൊരു ലോകമുണ്ട് ഇപ്പോൾ. അത് തുറന്നു വെച്ചിട്ടുണ്ട്. വരുന്ന തലമുറയ്ക്ക് അത് കാണാൻ വേണ്ടിയാണ് അത് തുറന്നു വെച്ചിരിക്കുന്നത്. അവർക്കത് അനുഭവിക്കാൻ വേണ്ടിയാണ് പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ചങ്ങാതിയൊക്കെ പറയാണ് ഇതൊന്നും നടക്കൂല, ആണും പെണ്ണും കൂടിച്ചേരാൻ പാടില്ല, സൂംബയുടെ വസ്ത്രധാരണ രീതി ശരിയല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു സൂംബയ്ക്ക് അനുയോജ്യമായ വസ്ത്രധാരണം എന്ന് പറഞ്ഞ് വിദേശ രാജ്യങ്ങളിലെ ആളുകളുടെ സൂംബ ഡാൻസ്, അപ്പോൾ ഇവർ സൂംബ ഡാൻസൊക്കെ കണ്ടിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത്. അത് കണ്ടിട്ടാണ് ഇവിടെ ഏതെങ്കിലും സ്കൂളുകളിൽ സൂംബ ഡാൻസ് ചെയ്തപ്പോൾ ഏതെങ്കിലും കുട്ടികളുടെ വസ്ത്രധാരണത്തിന് എന്തെങ്കിലും മാറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ ഉപയോഗിക്കുന്ന ഡ്രസ്സിന് മേളിൽ വേണമെങ്കിൽ ഒരു ടീഷർട്ട് ഇടാം. അത് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കാണ്. വേണമെങ്കിൽ അവർക്കൊരു ടീഷർട്ട് ഇടാം. ആ ടീഷർട്ട് ഇടുമ്പോൾ കുറച്ചുകൂടി കംഫർട്ട് ഫീൽ ചെയ്യുക. അല്ലാതെ അവർക്ക് വളരെ മോശമായ രീതിയിലുള്ള വസ്ത്രധാരണമാണ്. നിങ്ങൾ ഇത്രയും ദിവസം നടന്ന സൂംബ ഡാൻസിൻ്റെ വീഡിയോകൾ പല സ്കൂളുകളിൽ നിന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? കുട്ടികൾ ചിരിച്ച് കളിച്ചാർത്തുല്ലസിച്ചല്ലേ അവരത് ആഘോഷമാക്കുന്നത്. അപ്പോൾ അവർ ആ ചെയ്തിരിക്കുന്ന വസ്ത്രധാരണം അത്രയ്ക്ക് മോശമാണോ? അപ്പോൾ ഇത്രയും കളിച്ച് അതിൽ ഇടപഴകി നിൽക്കുന്ന കുട്ടികൾ അത്രയും മോശക്കാരാണോ? എനിക്ക് മനസ്സിലാകുന്നില്ല ഇവരൊക്കെ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളത്. ഇവരുടെ കയ്യിൽ ഉപയോഗിക്കുന്ന മൊബൈൽ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ളത്, ഇതിൽ ഉപയോഗിക്കുന്ന ആൾ വെച്ചിരിക്കുന്ന കണ്ണട ഭയങ്കര അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ളത്, അവരുപയോഗിക്കുന്ന മറ്റ് വാഹനങ്ങൾ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ളത്, അവർ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളെല്ലാം അഡ്വാൻസ്ഡ് ടെക്നോളജി. പക്ഷേ അവരുടെ കുടുംബത്തിൽ നിന്നുള്ള കുട്ടികൾക്ക് വരും തലമുറയ്ക്ക് ഇപ്പോൾ നിലവിലുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജിയോ അതോ അവരുടെ കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ട പരിപാടികളൊന്നും നടക്കില്ല. അതൊക്കെ നമ്മുടെ മതത്തിനെതിരാണ്. അതൊക്കെ നമ്മുടെ ആണും പെണ്ണും കൂടി ചേരുന്നത് തെറ്റാണ്. ഇതൊന്നും ഒരു കാലത്തും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ജീവിതത്തിൽ ഓരോ കാലഘട്ടത്തിൻ്റെയും മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രമിക്കണം. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ വരും തലമുറകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇന്നുള്ള ആളുകൾ കണ്ടത്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സുഖ സൗകര്യങ്ങളെല്ലാം നമുക്ക് മുന്നേ യാത്ര ചെയ്ത ആളുകൾ ബാക്കി വെച്ചിട്ട് പോയതും അവർ കണ്ടുപിടിച്ചിട്ട് നമുക്കായി സംഭാവന നൽകിയിട്ട് പോയിട്ടുള്ളത് കൂടിയാണ് എന്ന് മനസ്സിലാക്കണം. ഇനി വരുന്ന തലമുറയെങ്കിലും നശിച്ചു പോകാതിരിക്കാൻ എന്നെയും നിങ്ങളെയും പോലുള്ള ആളുകൾ അവർക്ക് വേണ്ടിയുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടെത്തി അവർക്ക് വേണ്ടി മാറ്റിവെക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ല എങ്കിൽ വരുന്ന തലമുറ വലിയൊരു വിപത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് പുതിയ പുതിയ ആശയങ്ങൾ സർക്കാരുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അതോടൊപ്പം നമ്മൾ നിൽക്കുന്നതിന് പകരം മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് ആണും പെണ്ണും കൂടിച്ചേരാൻ പാടില്ല, സൂംബയുടെ ഡ്രസ്സ് ഇടാൻ പാടില്ല എന്ന മുട്ടാപ്പോക്ക് ന്യായങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ കാണിക്കുന്ന ഈ കാട്ടായം അത് വരും തലമുറയ്ക്ക് മേലെ ഒരു കറുത്ത അധ്യായമായിട്ട് ബാക്കിയാകും എന്നതാണ് വസ്തുത.